ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ദാറ്റ് യു കെമൽ ഒരു പുതിയൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ സപ്പോർട്ടിങ് അസ് ഫോർ ദ 2025 സെപ്റ്റംബർ ഇൻടേക്ക്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ചെന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിന് ക്യാഷ് കിട്ടി തുടങ്ങി, വിസയ്ക്ക് ആപ്ലിക്കേഷൻ്റെ വിസ കിട്ടി തുടങ്ങി, കുറേ പേര് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെ ഉണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടും ഇതേ സപ്പോർട്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾ തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് വോൾ ടീം. നമ്മുടെ ഇൻ്റലക്ട്സ്, നമ്മുടെ ടീമിനെ തന്നെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ബിക്കോസ് നിങ്ങൾ ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റായിട്ടാണ് എടുത്തത്. സോ നമ്മുടെ ഓഫീസിലുള്ള സ്റ്റാഫിനും നോൺ സ്റ്റാഫ് മെമ്പേഴ്സിനും എല്ലാവർക്കും ബിഗ് സല്യൂട്ടോ. അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ പാരൻസിനും എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാൻഡിക്യാപ്ഡ് വുമൺ ഇതിൽ പോകുന്നു, വീൽ ചെയറിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെപ്റ്റംബർ ഇൻടേക്ക് കഴിഞ്ഞല്ലോ. അപ്പോൾ ജാനുവരി ഇൻടേക്കിലേക്ക് കുറേ പേര് ആപ്ലിക്കേഷൻസിൻ്റെ അവസ്ഥ എന്താണ് ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, അതുപോലെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ആരുടെ ആപ്ലിക്കേഷൻ എടുക്കാൻ നിൽക്കേണ്ട, ഈ സെപ്റ്റംബർ ഇൻടേക്ക് ഒന്ന് ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ടൈം ഗൈസ്, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആപ്ലിക്കേഷൻസ് ഫോർ ജാനുവരി 2026 ഇൻടേക്ക്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മൾ ജാനുവരി 2026 ഇൻടേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വരുന്ന എൻക്വയറീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ MSc കോഴ്സുകളാണ്. പിന്നെ BScയിലേക്ക് എനിക്ക് ആകെ വരുന്നത് നഴ്സിംഗ് എൻക്വയറിക്കുള്ള കോഴ്സുകൾ കേട്ടോ. അപ്പോൾ നഴ്സിംഗ് നിങ്ങൾക്ക് അറിയാലോ, നമുക്കിപ്പോൾ ചീപ്പായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 13,000 to 14,000 pound പെർ ഇയർ നമുക്ക് വരുന്നത്. അത് നമുക്ക് സ്കോളർഷിപ്പ് വാങ്ങിയെടുത്ത് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് 16,000 പെർ ഇയർ വരുന്നുണ്ട്, 17,000 പെർ ഇയർ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റീൻ്റെ ഫീസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അണ്ടർ ഗ്രാജുവേറ്റ് നഴ്സിംഗ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല എമൗണ്ട് നമുക്ക് ഫീസ് വരും. അപ്പോൾ സോ ബെറ്റർ. പിന്നെ അത് മാത്രമല്ല, ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി നമുക്ക് നഴ്സിംഗ് നമുക്ക് ജാനുവരി ഇൻടേക്ക് ഇല്ല കേട്ടോ. നമുക്ക് മാർച്ചിലും അതുപോലെ സെപ്റ്റംബറിലും മാത്രമേ, അത് 2026 മാർച്ചിലും 2026 സെപ്റ്റംബറിലും മാത്രം നമുക്ക് ഇനി നഴ്സിംഗ് വരുന്നുള്ളൂ. സോ ജാനുവരി ഇൻടേക്കിൽ ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡിൽ നമുക്ക് അഡൾട്ട് നഴ്സിംഗ് BSc അഡൾട്ട് നഴ്സിംഗ് കോഴ്സ് ജാനുവരി ഇൻടേക്കിൽ വരുന്നുണ്ട്. സോ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്രൂ പോകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പാണ് യൂണിവേഴ്സിറ്റി ആയിട്ട്. സോ നമ്മൾ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഒരു പവർ അനുസരിച്ചിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, BSc നഴ്സിങ്ങിന് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇൻ്റർവ്യൂ ഇല്ലാണ്ടും നമ്മൾ ഓഫർ ലെറ്റേഴ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. അത് എല്ലാവർക്കും എടുത്ത് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയുടെ +2 +1 മാർക്കൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സംസാരിച്ചത്. കാരണം ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്യാഷ് ഇൻ്റർവ്യൂ പോലെ അല്ല ഈ ഒരു പ്രീ ഓഫർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പം പേടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചിട്ട് അവിടെ 10th 11th 12th മാർക്കൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫർ കിട്ടിയ കുറേ പേരുണ്ട്. ബട്ട് എല്ലാവർക്കും ഒരു ഓഫർ ഞങ്ങൾ ആപ്ലിക്കേറ്റ് ചെയ്ത് തരില്ല കേട്ടോ. ബട്ട് ഫോർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഇൻ്റർവ്യൂസിനുള്ള ഫുൾ ട്രെയിനിങ് നമ്മളെല്ലാം കൊടുക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ BSc അഡൾട്ട് നഴ്സിംഗ് കാര്യമാണ് പറഞ്ഞത്. നമുക്ക് അതല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കോഴ്സുകൾ, PG പരമായിട്ടുള്ള കോഴ്സിൽ ജാനുവരി ഇൻടേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45% നിങ്ങൾക്ക് മാർക്കെങ്കിലും, വെറും ഡിഗ്രിക്ക് 45% ഓർ ബിലോ ഉള്ളൂ നിങ്ങൾക്ക് മാർക്കെങ്കിലും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് UK വന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വിത്ത് 2 years സ്റ്റേ ബാക്കോടെ നിങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ BSc ഇഷ്ടം പോലെ ബിസിനസ് മാനേജ്മെൻറ്റ് പറയാനുള്ള ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, നഴ്സിംഗ്, അങ്ങനെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ വിത്ത് ലോട്ട് ഓഫ് സ്കോളർഷിപ്പാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ ഏകദേശം 1,000 to 5,000 pound വരെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ, അത് കുറച്ച് UK വൺ ഓഫ് ദ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നമ്മൾ ഏകദേശം 10,000 pound മേലെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവും, 10,000 pound മേലെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് MSc കോഴ്സുകൾക്കൊന്നുമില്ല, BSc കോഴ്സുകൾക്ക് മാത്രമാണ് നമ്മൾ 10,000 എബോ. അത് 3 കൊല്ലത്തിനാണല്ലോ നമുക്ക് BSc കോഴ്സുകൾ വരുന്നത്. സോ ഓരോ കൊല്ലം ഇത്ര രൂപ മൈനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് സ്കോളർഷിപ്പ്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ട്യൂഷൻ ഫീസിൽ. അതാണ് നമ്മൾ ആ സ്കോളർഷിപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ പേര് ലോൺ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ടീഷൻ ഓഫർ ലെറ്റർ എടുത്ത് തരും. നിങ്ങൾക്ക്
ആ ലോൺ ലെറ്റർ, നിങ്ങൾക്ക് ആ ഓഫർ ലെറ്റർ വെച്ച് നിങ്ങൾക്ക് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോണും സെറ്റായി കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ആപ്ലിക്കേഷൻ ഇട്ട് ഓഫ് ലെറ്റർ എല്ലാം കിട്ടി, ഇനീഷ്യൽ എല്ലാം ഇട്ടു. ഇനിയിപ്പോൾ സെൽഫ് ഫണ്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് 28 ഡേയ്സിന് മെച്യൂരിറ്റിയും സൈനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമാണ് ഇപ്പോൾ. അതാകുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ജനുവരി കോഴ്സ് ക്യാസിൽ സ്റ്റേറ്റ് ചെയ്യുന്ന കോഴ്സ് സ്റ്റാർട്ട് ഡേറ്റിന് കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി UK വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സമയം കളയേണ്ട. ഈ വീഡിയോ കാണുന്ന ഈ ജാനുവരി ഇൻടേക്കിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ ഗുണം അറിയാലോ, അക്കോമഡേഷനും പാർട്ട് ടൈമും യൂണിവേഴ്സിറ്റി ടൂറും കംപ്ലീറ്റ്ലി ഫുൾ അസിസ്റ്റൻസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ ആംഗുലർ റിസ്കിൻ യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് ക്യാമ്പസിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന നമ്മളുടെ വീഡിയോ കാണുന്ന ഈ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് പാർട്ട് ടൈമും അതുപോലെ അക്കോമഡേഷനും 100% നമ്മൾ ഗ്യാരണ്ടീഡ് ആണ്. 100% ആ കുട്ടിക്ക് നമ്മൾ പാർട്ട് ടൈമും അതുപോലെ അക്കോമഡേഷനും നമ്മൾ സോർട്ട് ചെയ്ത് കൊടുക്കും. ഒരു ടെൻഷനും ഇല്ല. ബാക്കിയുള്ള ഏരിയയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ നമുക്ക് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. പാർട്ട് ടൈം നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല. ബട്ട് കേംബ്രിഡ്ജ് ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷനും പാർട്ട് ടൈമും യൂണിവേഴ്സിറ്റി 24 hours അസിസ്റ്റൻസും, നിങ്ങൾ എത്ര കൊല്ലം UK ഉണ്ടോ, ഐ മീൻ കോഴ്സ് കഴിയുന്നവരെ കേട്ടോ, കോഴ്സ് കഴിയുന്നവരെ എത്ര കൊല്ലം നിങ്ങൾ UK ഉണ്ടോ അത്ര കൊല്ലത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ അസിസ്റ്റൻസും സപ്പോർട്ടും കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും, കുറച്ച് ലാഗ് കിട്ടും. അപ്പോൾ ഈ ലാഗ് നിങ്ങൾക്ക് അധികം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ ഓഫീസ് കോൺടാക്ട് നമ്പർ തരുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ച് പറയണം. അല്ലാണ്ട് ചേട്ടാ ARU ചെംസോഡ് എങ്ങനെയുണ്ട്, ബെഡ്ഫോർഡ് യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ലൂട്ടൺ എങ്ങനെയുണ്ട്, ഹെഡ്ഫോർഷെയർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത്. നിങ്ങൾക്ക് അഡ്മിഷൻ നോക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയക്കണം. ബിക്കോസ് നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് കുറേ പേരെങ്കിലും ഞാൻ മിസ്സാവുന്നുണ്ട്. അത് പ്രകാരം എനിക്ക് എൻ്റെ ഒരു ഏജൻസി വഴി പോകുന്ന കുറേ സ്റ്റുഡൻസ് എനിക്ക് മിസ് ഔട്ട് ആവാറുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ചേട്ടന് സ്വന്തമായിട്ട് ഏജൻസി ഉണ്ടോന്ന്. അതെ ഗൈസ്, എനിക്കൊരു ഏജൻസി ഉണ്ട്. കംപ്ലീറ്റ്ലി UK ഇന്ത്യ രജിസ്റ്റേർഡ് ആണ്. ഇൻ്റലക്ട് സ്റ്റഡി അബ്രോഡ് എന്നാണ് പേര്. നമ്മൾ ഫുള്ളി B2B അല്ല ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി UK യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ആട്ടോ. നിങ്ങൾ എനിക്ക് ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് ആപ്ലിക്കേഷൻ എല്ലാം ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ്ലി പാർട്ണർഷിപ്പാണ്. നമുക്ക് B2B ബിസിനസ്സും കാര്യങ്ങളൊന്നുമല്ല. സോ സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ കുറച്ച് ലാഗ് എടുക്കും. UK നമ്പറാണ്. അപ്പോൾ എൻ്റെ ഇന്ത്യൻ ഓഫീസ് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ സ്റ്റാഫും ടീമും കംപ്ലീറ്റ്ലി ഇന്ത്യയിലും UK ആയിട്ട് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീ യു സൂൺ ഇൻ UK ഗൈസ്. ജാനുവരി ഇൻടേക്ക് മിസ് ചെയ്യരുത്, മറക്കരുത്. പെട്ടെന്ന് തന്നെ കയറി വരാൻ നോക്കുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. That's all guys. See you, take care, bye bye. See you in UK guys. January 2026 intake അടിച്ച് പൊളിക്കണം. പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇട്ട് വേഗം കയറി വരും പോരും. ഓക്കെ, ബൈ.